വിസയോ പാസ്പോർട്ടോ വേണ്ടെന്ന് മാത്രമല്ല, ബോർഡറിൽ ചെന്നിട്ട് മലയാളിയാണെന്ന് പറഞ്ഞാൽ സുഖവിവരങ്ങൾ അന്വേഷിച്ച് കടത്തിവിടുന്ന ലാൻഡ് ബോർഡറുകൾ. ഇന്ത്യയുടെ 100 രൂപയ്ക്ക് താഴെയുള്ള കറൻസിയും എന്തിന് നമ്മുടെ UPI ഉപയോഗിച്ച് വരെ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന രാജ്യം. ബാക്ക് പാക്കേഴ്സിന്റെയും പർവ്വത പ്രേമികളുടെയും പറുദീസ. വടക്ക് കൂറ്റൻ മഞ്ഞുമലകളായും തെക്ക് വന്യജീവി സങ്കേതങ്ങളും കിഴക്ക് മനോഹരമായ തേയിലത്തോട്ടങ്ങളുമായി സഞ്ചാരികളെ കാത്തിരിക്കുന്ന മനോഹര രാജ്യം. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സ്വന്തം നേപ്പാൾ എന്ന അതിസുന്ദര രാജ്യം. കേരളത്തിൽ നിന്ന് UPയിലെ ഗോരഖ്പൂർ വരെ ട്രെയിനിലും അവിടെ നിന്ന് സൊനോലു ബോർഡറിലേക്ക് 150 രൂപ വിലയുള്ള ടിക്കറ്റും എടുത്ത് ബോർഡറിലെത്താം. ഒരു ആധാർ കാർഡ് കയ്യിലുണ്ടെങ്കിൽ സുഖമായി ഇന്ത്യ നേപ്പാൾ ബോർഡർ കടക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്കോ പൊഖാറയിലേക്കോ ഒട്ടനവധി ബസ് സർവീസുകൾ ലഭ്യമാണ്. ഇനി നിങ്ങൾ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ധൈര്യമായി അവിടുത്തെ ചരക്ക് ലോറികൾക്ക് കൈ കാണിച്ചാൽ മതി. അവിടുത്തെ ലോക്കൽ ബസ്സുകൾ ഉപയോഗിച്ചോ അതോ വേണമെങ്കിൽ സ്കൂട്ടർ റെന്റിനെടുത്തോ കാഠ്മണ്ഡു നഗരം ഫുള്ള് കറങ്ങി വരാം. ശ്രദ്ധിക്കുക, കാഠ്മണ്ഡു കറങ്ങുമ്പോൾ ഒരു നല്ല ക്യാമറ കയ്യിലുണ്ടായ ഒരുപാട് കൾച്ചറുകൾ നമുക്ക് പകർത്താൻ സാധിക്കും. അവിടെ നിന്ന് നേരെ ബസ് എടുത്ത് ടൂറിസം ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന പൊഖാറ. അതുപോലെ പൊഖാറയിൽ കാണേണ്ട സ്ഥലങ്ങളും കണ്ടു കഴിഞ്ഞ് സമയമുള്ളവർ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ അന്നപൂർണ ബേസ് ക്യാമ്പിലേക്ക് ട്രെക്കിംഗ് ചെയ്യാം. അല്ല മനാങ്ക് അതുപോലെ തന്നെ മസ്താങ് എന്ന ഏരിയയിലേക്കും കവർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഒരുപാട് സമയം കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കാണ്ടാമൃഗമുള്ള നാഷണൽ പാർക്കുകളും അവിടെയുണ്ട്. പിന്നെ മറക്കരുത്, ബുദ്ധന്റെ ജന്മനാട് കൂടിയായ ലുംബിനി അവിടെയാണുള്ളത്. പോകുന്നതിന് മുമ്പ് അല്പം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ധാരാളം അമ്പലങ്ങളുള്ള നാടായതുകൊണ്ട് തന്നെ വിശ്വാസികളെ ഡൊണേഷന്റെ പേരിൽ ഇവിടെ പറ്റിക്കുന്നത് സാധാരണയാണ്. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ അത് നേപ്പാളി കറൻസിയാണോ അവർ ഉദ്ദേശിച്ചത് ഇന്ത്യൻ കറൻസിയാണോ എന്ന് നിങ്ങൾ മുൻകൂട്ടി ചോദിച്ചറിയുക. എൻസെൽ എന്ന കമ്പനിയുടെ സിമ്മാണ് ഞാൻ എടുത്തത്. നല്ല കവറേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ സാധനങ്ങൾ വാങ്ങുമ്പോഴും ടാക്സിക്കും നന്നായി ബാർഗൈനിങ് ചെയ്യുക. നിങ്ങളുടെ എത്രയാണോ ബാർഗൈനിങ് പവർ അതനുസരിച്ച് നിങ്ങൾക്ക് ചെറിയ പൈസക്ക് സാധനങ്ങൾ കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾ ഒരു ട്രാവൽ വ്ളോഗർ ആണെങ്കിൽ നേപ്പാളിലെ ഒരേ ഒരു റെയിൽവേ റൂട്ടായ നമ്മുടെ ഇന്ത്യയിലെ ജയനഗറിൽ നിന്നും നേപ്പാളിലെ കുർത്തയിലേക്കുള്ള അതിമനോഹരമായ ട്രെയിൻ യാത്രയ്ക്ക് AC-ക്ക് 220 രൂപയും ജനറലിന് 70 രൂപയുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ പൊഖാറയിലെ ബംഗി ജമ്പിങ്ങും അതുപോലെ തന്നെ പാരഗ്ലൈഡിങ്ങും പ്ലെയിൻ റൈഡും ഒരിക്കലും മിസ് ചെയ്യരുത്. ഓൺലൈനിൽ നിന്ന് നിങ്ങൾക്ക് 400 രൂപയ്ക്ക് നല്ല 2 പേർക്ക് താമസിക്കാൻ പറ്റിയ റൂമുകൾ ബുക്ക് ചെയ്യാൻ പറ്റും. അവിടെ കാണുന്ന വില്ലേജുകളിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ഒരുപാട് കുടുംബക്ഷേത്രങ്ങൾ ഉണ്ടാവും. അതിലേക്ക് അനുമതിയില്ലാതെ പ്രവേശിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. നിങ്ങളൊരു ഭക്ഷണപ്രേമിയാണെങ്കിൽ ഇവിടുത്തെ തുക്പയും മോമോയും ദാൽബാത്തും ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ ഗൂർഖകളുടെ നാട്ടിലേക്ക് പാക്കേജ് എടുക്കാണ്ട് വരാൻ ആഗ്രഹമുള്ളവർ കേരള ടു നേപ്പാൾ എന്ന് കമന്റ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്തു തരാം.